അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ദർസ് 20. വിഷയം അൽ മാഉൽ മുത്ലഖ്, നിരുപാധിക ജലം, നിരുപാധിക വെള്ളം. അൽ മാഉ എന്നത് മാരിഫയാണ്. അൽ മുത്ലഖു എന്ന സിഫത്തും മാരിഫയാണ്. മാഉൻ മുത്ലഖുൻ, അൽ മാഉൽ മുത്ലഖു. ഇങ്ങനെ രണ്ടു രീതിയിൽ പറയാം. അൽ മാഉൽ മുത്ലഖു എന്ന് പറയലാണ് ഉത്തമം. യുസ്തറത്തു, ഷർത്താക്കപ്പെടും. ഇസ്തറത്വ, യസ്തരിത്തു, ഉസ്തുരിത്വ, യുസ്തറത്തു. തെറ്റുകൂടാതെ പറയണം. ഇസ്തറത്വ അല, അവൻ നിബന്ധനയാക്കി, അവൻ ഉപാധി നിശ്ചയിച്ചു. അവൻ നിബന്ധനയായി ചുമത്തി, അവൻ ഉപാധിയായി വെച്ചു, അവൻ സ്വാഭാവികമാക്കി. ഉസ്തുരിത്വ, നിബന്ധനയാക്കപ്പെട്ടു. യുസ്തറത്തു, നിബന്ധനയാക്കപ്പെടുന്നു. ലികുല്ലി ത്വഹാറത്തിൻ, എല്ലാ ശുദ്ധീകരണത്തിനും. വുളൂ ചെയ്യാനും കുളിക്കാനും നജസിനെ നീക്കാനും. മാഉൻ ത്വഹൂറുൻ, ത്വഹൂറായ വെള്ളം. മാഉൻ എന്നത് നായിബുൽ ഫാഇലി, ത്വഹൂറുൻ എന്നത് മാഉൻ എന്നതിൻ്റെ സിഫത്താണ്. മാഉൻ എന്നത് നെക്കിറയാണ്, ത്വഹൂറുൻ എന്ന സിഫത്തും നെക്കിറയാണ്. ത്വഹൂറുൻ തനിയെ ശുദ്ധിയുള്ളതും മറ്റുള്ളവയെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. വഹുവ, ഇത്. ത്വഹൂറായ വെള്ളം. അത്വാഹിറു, ശുദ്ധിയുള്ളതാണ്. ഫീ നഫ്സിഹി, അത് സ്വയം. വൽ മുത്വഹിറു, ശുദ്ധിയാക്കുന്നതുമാണ്.
ലിഗൈരിഹി അതല്ലാത്തതിനെ. ത്വഹറ യുത്വഹിറു തത്ഹീറൻ. ഫഹുവ മുത്വഹിറുൻ. ത്വഹറ എന്നതിൻ്റെ ഇസ്മു ഫായിലാണ് മുത്വഹിറുൻ എന്നത്. മുത്വഹിറുൻ എന്ന ഇസ്മു ഫായിലിൽ അലിഫ് ലാം കൊടുത്തു. അൽ മുത്വഹിറു വൽ മുത്വഹിറു ലിഗൈരിഹി. മാ ഹുവ ത്വഹൂറു. ത്വഹൂർ എന്നാൽ എന്ത്? അത്വഹൂറു, ത്വഹൂർ എന്നാൽ അത്വാഹിറു ഫീ നഫ്സിഹി വൽ മുത്വഹിറു ലിഗൈരിഹി. സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധിയാക്കുന്നതുമാണ്. ഇത് കാണാതെ പഠിക്കണം. മാ ഹുവ ത്വഹൂറു. അത്വഹൂറു അത്വാഹിറു ഫീ നഫ്സിഹി വൽ മുത്വഹിറു ലിഗൈരിഹി. മാ ഹുവൽ മാഉ ത്വഹൂറു. അൽ മാഉ ത്വഹൂറു അൽ മാഉ ത്വാഹിറു ഫീ നഫ്സിഹി വൽ മുത്വഹിറു ലിഗൈരിഹി. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ത്വഹൂറാ. സൂറത്തുൽ ഫുർഖാൻ 28. വഅൻസൽനാ നാം ഇറക്കി, മിനസ് സമാഇ ആകാശത്തു നിന്ന്, മാഅൻ ത്വഹൂറാ തനിയെ ശുദ്ധിയുള്ളതും മറ്റുള്ളവയെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളത്തെ. വയുഖാലു ലഹു അതിന് പറയപ്പെടുന്നു, ത്വഹൂറായ വെള്ളത്തിനു പറയപ്പെടുന്നു, അൽ മാഉൽ മുത്ലഖു, അൽ മാഉൽ മുത്ലഖു എന്ന്. നിരുപാധിക ജലം എന്ന്, നിരുപാധിക വെള്ളം എന്ന്. അൽ മാഉൽ മുത്ലഖു എന്ന് പറഞ്ഞാലും അൽ മാഉ ത്വഹൂറു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. വഹുവ ഇത്, മുത്ലഖായ വെള്ളം, മാ ഒന്നാണ്, യഖഉ അലൈഹി അതിൻ്റെ മേൽ സംഭവിക്കും, ഇസ്മുൽ മാഇ വെള്ളം എന്ന പേര്, ബിലാ ഖൈദിൻ ഒരു വ്യവസ്ഥയും കൂടാതെ, ഒരു വ്യവസ്ഥയും ഇല്ലാതെ. ഖൈദിൻ വ്യവസ്ഥ, ഒരു വ്യവസ്ഥയും ഇല്ലാതെ വെള്ളം എന്ന് പറയാൻ പറ്റുന്നതാണ് മുത്ലഖായ വെള്ളം.
തൊഹൂറായ വെള്ളം. ഖൈദുൻ ഉപാധി, ഖൈദുൻ വ്യവസ്ഥ. ഒരു ഉപാധിയുമില്ലാതെ വെള്ളം എന്ന് പറയാൻ പറ്റുന്നതിനാണ് മുത്ലഖായ വെള്ളം എന്ന് പറയുക. ഒരു ചോദ്യം, മാ ഹുവൽ മാഉൽ മുത്ലഖു? അതിന്റെ ഉത്തരം, അൽ മാഉൽ മുത്ലഖു മാ യഖഉ അലൈഹി ഇസ്മുൽ മാഇ ബിലാ ഖൈദിൻ. ഇത് കാണാൻ പഠിക്കണം. കമാഇൽ ബിഹാരി, കടലുകളിലെ വെള്ളം പോലെ, സമുദ്രങ്ങളിലെ വെള്ളം പോലെ. ബഹ്റുൻ സമുദ്രം, ബിഹാറുൻ സമുദ്രങ്ങൾ, ബഹ്റുൻ കടൽ, ബിഹാറുൻ കടലുകൾ. മഹാനദി എന്ന അർത്ഥത്തിലും ബഹ്റുൻ എന്ന ലഫ്ദ് ഉപയോഗിക്കാറുണ്ട്. ബിഹാറുൻ മഹാനദികൾ. ഒന്നുകൂടി പറയാം, ബഹ്റുൻ സമുദ്രം, ബിഹാറുൻ സമുദ്രങ്ങൾ, ബഹ്റുൻ കടൽ, ബിഹാറുൻ കടലുകൾ, ബഹ്റുൻ മഹാനദി, ബിഹാറുൻ മഹാനദികൾ. ഇനി ബഹ്റുൻ എന്ന ലഫ്ദും ബുഹൈറത്തുൻ എന്ന ലഫ്ദും താരതമ്യം ചെയ്ത് പഠിക്കണം. ബുഹൈറത്തുൻ തടാകം, കായൽ. ഇനി ഒരു സംശയം, തടാകത്തിലെ വെള്ളം തൊഹൂറാണ്. കായലിലെ വെള്ളം തൊഹൂറാണ്, കടലിലെ വെള്ളം തൊഹൂറാണ്. ഇനി ഒരു പ്രയോഗം പറയാം. അൽ ബഹ്റുൽ അബിയദുൽ മുതവസ്സിതു, മധ്യ ധരണീയാഴി. മറ്റൊരു പ്രയോഗം, ബഹ്റുൽ ഖസിരി, കാസ്പിയൻ കടൽ. ബഹ്റുർ റൂമി, മധ്യ ധരണ്യാഴി. ബഹ്റുൽ ദുലുമാത്തി, അറ്റ്ലാന്റിക് സമുദ്രം. ബഹ്റുൽ ഖസ്വീനി, കാസ്പിയൻ കടൽ. ബഹ്റുൽ ഖുൽസുമി ചെങ്കടൽ. അൽ ബഹ്റുൽ അഹ്മറു ചെങ്കടൽ. ബഹ്റുൽ ലൂത്തി ചാവുകടൽ. ബഹ്റുൽ മയ്യിത്തി ചാവുകടൽ. അൽ ബഹ്റുൽ മുഹീത്തു പസഫിക് മഹാസമുദ്രം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഓരോ ലഫ്ദും പഠിക്കുമ്പോൾ അനുബന്ധമായി മറ്റു ചില ലഫ്ദുകൾ കൂടി പഠിക്കണം. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ലഫ്ദുകളെല്ലാം പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ ലഫ്ദുകളും പ്രയോഗങ്ങളും നിങ്ങൾ എഴുതി വെക്കണം, ആവർത്തിച്ച് പഠിക്കണം. വൽ അൻഹാരി, പുഴകളിലെ വെള്ളം. പുഴവെള്ളം തൊഹൂറാണ്. പുഴവെള്ളം മുത്ലഖായ വെള്ളമാണ്.
നഹ്റുൻ പുഴ, അൻഹാറുൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കട്ട, നഹ്റുൻ എന്നല്ല നെഹ്റുൻ, ഹ അല്ല, നഹ്റുൻ എന്നല്ല. നഹ്റുൻ എന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. നഹ്റുൻ നെഞ്ചിന്റെ മേൽഭാഗം, നഹ്റുൻ അറുക്കൽ. ഇവിടെയുള്ള ലഫ്ദ് ഏതാണ്? അൻഹാറുൻ എന്നാണ്. അതിന്റെ മുഫ്രദ് നഹ്റുൻ, 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 നഹ്റുൻ പുഴ, അൻഹാറുൻ പുഴകൾ. പുഴവെള്ളം തൊഹൂറാണ്. പുഴവെള്ളം മുത്തുലക്കായ വെള്ളമാണ്. നദിയിലെ വെള്ളം തൊഹൂറാണ്, അത് മുത്തുലക്കായ വെള്ളമാണ്. വൽ ആബാരി കിണറുകളിലെയും, കിണറുകളിലെ വെള്ളം. കിണർ വെള്ളം തൊഹൂറാണ്. കിണർ വെള്ളം മുത്തുലക്കായ വെള്ളമാണ്. ഇബ്റുൻ കിണർ, ആബാർ കിണറുകൾ. വൽ അംത്വാരി മഴകളുടെയും. മഴവെള്ളം തൊഹൂറാണ്. മഴവെള്ളം മുത്തുലക്കായ വെള്ളമാണ്. മത്വറുൻ മഴ, അംത്വാറുൻ മഴകൾ. فالإضافة إلى الموضع الذي يقع فيه الماء ليست بقيد. فالإضافة إضافة إلى الموضع സ്ഥലത്തിലേക്ക്, الذي ഏതൊരു സ്ഥലം, യഖഉ സംഭവിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു, ഫീഹി അതിൽ, ആ സ്ഥലത്തിൽ, അൽ മാഉ വെള്ളം, ലൈസത്ത് അതല്ല, ബിഖൈദിൻ ഉപാധി. കടൽ വെള്ളം, ഇവിടെ വെള്ളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് കടൽ. പുഴവെള്ളം, വെള്ളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് പുഴ. കിണർ വെള്ളം, വെള്ളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് കിണർ. മഴവെള്ളം, ആ വെള്ളം എവിടെ നിന്ന് വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഴവെള്ളം എന്ന പ്രയോഗം. മഴയിലൂടെ വന്ന വെള്ളമാണ്. ഇങ്ങനെ പറയുന്നത് കടൽ വെള്ളം, പുഴവെള്ളം, കിണർ വെള്ളം, മഴവെള്ളം, ഈ പ്രയോഗത്തിലുള്ള ഒന്നും തന്നെ ഖൈദ് അല്ല, ഉപാധി അല്ല, വ്യവസ്ഥ അല്ല. ബിഖിലാഫി നഹ്വിൽ ഖല്ലി, സുർക്ക പോലുള്ളതിന് വിപരീതം. സുർക്ക ത്വാഹിറാണ്. വൽ മുതഗയ്യിരി കസീറൻ ബിത്വാഹിരിൻ മുഖാലിത്തിൻ. വൽ മുതഗയ്യിരി മാറ്റം വന്നതിന് വിപരീതവും, പകർച്ചയായതിന് വിപരീതവും, കസീറൻ അധികരിച്ചതായ അവസ്ഥയിൽ, കസീറൻ വർദ്ധിച്ചതായ അവസ്ഥയിൽ, കസീറൻ കൂടുതലായ അവസ്ഥയിൽ. കസീറൻ എന്നതിന് അധികരിച്ചതായ അവസ്ഥയിൽ എന്ന് അർത്ഥം പറയുന്ന അത്ര നല്ലതല്ല. കസീറൻ വർദ്ധിച്ചതായ അവസ്ഥയിൽ, കസീറൻ ധാരാളമായി,
കസീറൻ കൂടുതലായി, ഇങ്ങനെയെല്ലാം പറയാം. ബി ത്വാഹിരിൻ മുഖാലിത്തിൻ, കൂടിക്കലരുന്ന ത്വാഹിർ കൊണ്ട്. ഖാലത്വ യുഖാലിതു, ഖാലത്വ എന്നതിന്റെ ഇസ്മു ഫാഇലാണ് മുഖാലിത്തിൻ എന്നത്. മുഖാലിത്തുൻ, മുഖാലിത്വൻ, മുഖാലിത്തിൻ. ഖാലത്വ കൂടിക്കലർന്നു. ബി ത്വാഹിരിൻ മുഖാലിത്തിൻ കൂടിക്കലരുന്ന ത്വാഹിർ കൊണ്ട്, കൂടിക്കലരുന്ന ശുദ്ധിയുള്ളത് കൊണ്ട്. വൽ മുതഗയ്യിരി കസീറൻ ബി ത്വാഹിരിൻ മുഖാലിത്തിൻ കൂടിക്കലരുന്ന ശുദ്ധിയുള്ള വസ്തു കൊണ്ട് ധാരാളമായി മാറ്റം വന്ന വെള്ളം പോലുള്ളതിനും വിപരീതം. യുംകിനു സൗനുൽ മാഇ അൻഹു, വെള്ളത്തെ അതിനെ തൊട്ട് സൂക്ഷിക്കൽ സൗകര്യമാകും. യുംകിനു സൗകര്യമാകും. സൗനുൽ മാഇ വെള്ളത്തെ സൂക്ഷിക്കൽ. അൻഹു അതിനെ തൊട്ട്, അതിനെ തൊട്ട് വെള്ളത്തെ സൂക്ഷിക്കൽ സൗകര്യമാകും, വെള്ളത്തെ സൂക്ഷിക്കാൻ കഴിയും. അങ്ങനെയുള്ള വെള്ളത്തിൽ കൂടിക്കലരുന്ന ശുദ്ധിയുള്ള വസ്തു കൊണ്ട് ധാരാളമായി പകർച്ചയായ വെള്ളം, അതിനും വിപരീതം, അത് പറ്റുകയില്ല. ഇനി അതിന് ഉദാഹരണം കദ്ദഖീഖി, പൊടി പോലെ. ദഖീഖുൻ പൊടി. ദഖീഖുൻ, ദഖീഖൻ, ദഖീഖിൻ. ദഖീഖുൻ പൊടി, ചൂർണം. ധാരാളം പൊടി വെള്ളത്തിലായി, ആ പൊടി വെള്ളത്തിൽ കലർന്നു. ആ വെള്ളം വുളൂ ചെയ്യാനോ കുളിക്കാനോ നജസിനെ നീക്കാനോ പറ്റുകയില്ല. ധാരാളം ചൂർണം വെള്ളത്തിൽ കലർന്നു. ഇനി അതിന് വെള്ളം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ആ വെള്ളം കൊണ്ട് വുളൂ ചെയ്യാനോ കുളിക്കാനോ നജസിനെ നീക്കാനോ പറ്റുകയില്ല. ദഖീഖുൻ പൊടി, അദിഖത്തുൻ പൊടികൾ, ദഖീഖുൻ ചൂർണം, അദിഖത്തുൻ ചൂർണങ്ങൾ. ദഖീഖുൻ എന്നതിന് നേരിയത് എന്നർത്ഥമുണ്ട്, ദഖീഖുൻ എന്നതിന് സൂക്ഷ്മമായത് എന്നർത്ഥമുണ്ട്. ഇവിടെ ദഖീഖുൻ എന്നതിന് പൊടി, ചൂർണം എന്നീ അർത്ഥങ്ങൾ പറയാം. വൽ മിദാദി, മിദാദുൻ, മിദാദൻ, മിദാദിൻ. ഇവിടെ മിദാദ് എന്ന പദം മഷി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൽ മിദാദി മഷി പോലെയും. മഷി വെള്ളത്തിൽ കലർന്നു. ഇനി അതിന്, ആ വെള്ളത്തിന് വെള്ളം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ആ വെള്ളത്തിൽ മാറ്റം വന്നു. ആ വെള്ളം മുത്തലക്കായ വെള്ളമല്ല, ആ വെള്ളം തൊഹൂറായ വെള്ളമല്ല, ത്വാഹിറായ വെള്ളമാണ്. ധാരാളം മഷി കലർന്ന വെള്ളം കൊണ്ട് വുളൂ ചെയ്യാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, നജസിനെ നീക്കാൻ പറ്റുകയില്ല. മിദാദുൻ എന്ന പദത്തിന് മഷി എന്നും മാതൃക എന്നും അർത്ഥമുണ്ട്. ഇവിടെ മാതൃക എന്ന അർത്ഥം പറയാൻ പാടില്ല.
വൽ മിദാദി മഷി പോലെയും, കദ്ദഖീഖി പൊടി പോലെ, വൽ മിദാദി മഷി പോലെയും, ഫകിലാഹുമാ ലാ യുസമ്മാ മാഅൻ, ഫകിലാഹുമാ അവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇവിടെ ഫകിലാഹുമാ എന്നല്ല പറഞ്ഞത്. ഫൽ ഖല്ലു വൽ മുതഗയ്യിറു കസീറൻ, സുർക്കയും ധാരാളമായി പകർച്ചയായതും, സുർക്കയും ധാരാളമായി പകർച്ചയായ വെള്ളവും, ലാ യുസമ്മാ മാഅൻ, അവക്ക് വെള്ളം എന്ന് പേര് പറയപ്പെടുകയില്ല. വബിഖിലാഫി മാഇൽ വർദി, പനിനീർ വെള്ളത്തിന് വിപരീതവും, വർദുൻ പനിനീർ, മാഉൽ വർദി പനിനീർ വെള്ളം, വൽ മുതനജ്ജിസി നജസായ വെള്ളത്തിനും വിപരീതം, വൽ മുസ്തഅമലി ഫീ ഫർളിൻ, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനും വിപരീതം. ഫഇന്നഹ, കാരണം തീർച്ചയായും ഇവ, ലാ യുത്ലഖു അലൈഹ, ഇവയുടെ മേൽ നിരുപാധികം പറയപ്പെടുകയില്ല, ഇസ്മുൽ മാഇ വെള്ളം എന്ന പേര്, ഇല്ലാ മുഖയ്യദൻ ഉപാധി പറയപ്പെട്ടുകൊണ്ടല്ലാതെ. പനിനീരിനെ കുറിച്ച് വെള്ളം എന്ന് മാത്രം പറയാൻ പറ്റില്ല. നജസായ വെള്ളത്തെക്കുറിച്ച് നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റില്ല. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തെക്കുറിച്ച് നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റില്ല. ഇൻദമൻ യഅരിഫു ബിഹാലിഹാ, ഇവയുടെ അവസ്ഥ അറിയുന്നവരുടെ അടുക്കൽ, മിൻ അഹ്ലിൽ ഉർഫി വൽ ലിസാനി, അൽ ബാജൂരി അല ബിൻ ഖാസിമിൻ, 1-ാം വാള്യം 39-ാം പേജ്. ഓരോ ലഫ്ളും ശ്രദ്ധിച്ച് പഠിക്കണം. നന്നായി പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.